ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ BM സുധീരൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരും പ്രശസ്തരുമായ വ്യക്തികളെ, സുഹൃത്തുക്കളെ, BRPയുടെ ജീവിതം ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്. ഇവിടെ ശ്രീ BM സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വേർപാട് ഉണ്ടായ ആ ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ വല്ലാത്തൊരു സമയം ആയിപ്പോയി. കൗണ്ടിങ്ങിനെ പോലെ തന്നെ അടുത്ത ദിവസത്തെ വാർത്ത, അതൊരു വാർത്താ പ്രളയം, തെരഞ്ഞെടുപ്പിന്റെ വാർത്താ പ്രളയത്തിൽ BRPയെ പോലെ ഒരു മഹാരഥൻ, മാധ്യമരംഗത്തിന്റെ ഒരു കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി മുങ്ങിപ്പോയി. അതവിടെ സൂചിപ്പിക്കും. ഞാൻ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു. ഞാൻ അത് നാം കാണണം. കാരണം എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ട ഉന്നതനാണ് BRP. എക്കാലം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം. അദ്ദേഹത്തിന്റെ വേർപാടുണ്ടായ ദിവസം ആണ് തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്. അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ആഗ്രഹിച്ച ഒരു ജനവിധി ഉണ്ടായോ എന്നറിയില്ല. പക്ഷെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുണ്ട്. തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലും ജനകീയ പ്രശ്നങ്ങളിലും ഒരു അസാധാരണമായ വ്യക്തിത്വം. മാധ്യമ പ്രവർത്തകരിൽ അദ്ദേഹം ഒരു വ്യത്യസ്തനാണ് എന്ന് നമ്മൾ പറയും, ഒഴുക്കൻ മട്ടിൽ പറയും. പക്ഷെ ഞാൻ അതിനോട് യോജിക്കില്ല. അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് ആണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം നടത്തിയതാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. 19ാമത്തെ വയസ്സിലാണ് ഇവിടെ ആലോചിച്ച് നോക്കണം. 19ാമത്തെ വയസ്സ് നമ്മൾ കുട്ടികൾ ഇങ്ങനെ കളിച്ചു കിടക്കുന്ന സമയമാണ്. 19ാമത്തെ വയസ്സിൽ അതൊരു പ്രത്യേകതയാണ്. അദ്ദേഹം മാധ്യമരംഗത്തേക്ക് ഹിന്ദുവിൽ രാധാകൃഷ്ണൻ അനുശോചന പ്രമേയത്തിൽ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. കേരളം ഇന്ത്യൻ മാധ്യമ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതാ എന്ന് ചോദിച്ചാൽ പറയാവുന്ന ഒരു പേര് BRPയുടെ പേര് തന്നെയാണ്. അദ്ദേഹവുമായിട്ട് ഒരുപാട് ബന്ധം പലതരത്തിലും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളും വെല്ലുവിളികളും ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങളും ഒക്കെ ആയിപ്പോയി, അല്ലെ? അല്ലെങ്കിൽ വേറെ ഒരു രൂപത്തിലായി. അത് അടുത്തറിയുന്ന ശങ്കറുണ്ട്. വളരെ വളരെ അവസാന നാളുകളിൽ അതുപോലെ MG രാധാകൃഷ്ണന്റെ ഞാൻ വായിച്ചു. വളരെ ആഴത്തിൽ അദ്ദേഹം എന്തായിരുന്നു എന്ന് വേറൊന്നും വേണ്ട, ഈ അനുസ്മരണത്തിന്റെ ആവശ്യവുമില്ല. ആ ഡോക്യുമെന്ററി കണ്ടാൽ മതി. ചടങ്ങിന്റെ തന്നെ ആവശ്യമില്ല. ആ ഡോക്യുമെന്ററി ഇതെല്ലാം പറയുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ തന്നെ ഒരു വാചകം കടമെടുത്താൽ, ഞാൻ പത്രത്തിൽ എഴുതുന്നത് പത്രത്തിന് വേണ്ടിയോ പത്രമുതലാളിക്ക് വേണ്ടിയോ അല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ പറയാനുള്ള ആർജവം, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വ്യത്യസ്തനല്ല, അദ്ദേഹമാണ് യഥാർത്ഥ പത്രപ്രവർത്തകൻ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഈ വേദിയിൽ അങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു സന്ദർഭം ഇനിയും ഉണ്ടാകണം എന്ന കാര്യം സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് BRPയുടെ ഒരിക്കലും മായാത്ത നിത്യസ്മരണകൾക്ക് മുമ്പിൽ ഈ നാടിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച VM സുധീരൻ അവர்களுം അതുപോലെ വിജയകുമാർ സാറുമൊക്കെ BR ഭാസ്കറും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ഒരു ഇടപെടലിനോ അദ്ദേഹവുമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമൊക്കെ വായിക്കാനും ദൂരെ നോക്കിക്കാണുവാനൊക്കെയുള്ള ഒരവസരം പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഭാരതത്തിന് പത്രപ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് സംഭാവന ചെയ്ത ഒരു മഹത് വ്യക്തിത്വമായിരുന്നു നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള അനുസ്മരണങ്ങളൊക്കെ നടത്തുന്നത് ആ വ്യക്തിത്വങ്ങൾ പൊതുസമൂഹത്തിൽ നടത്തിയ ഇടപെടലുകൾ അതിനെ ഓർമ്മിക്കുകയും അതിനെ നമുക്ക് പിന്തുടരാൻ ഉള്ളൊരു പ്രചോദനമായി മാറ്റുകയും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇടതുപക്ഷ നിലപാടുകൾ പലപ്പോഴും വ്യക്തിപരമായി എൻ്റെ രാഷ്ട്രീയവുമായി യോജിച്ചു പോകുന്ന ഒന്നല്ല. അതിനോട് പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേദികളിലായാലും അല്ലാതായാലും ആ നിലപാടുകളോട് പലപ്പോഴും എതിർപ്പുണ്ട്. പക്ഷെ മനുഷ്യത്വപരമായ അദ്ദേഹത്തിൻ്റെ മാനുഷികമായ നിലപാടുകൾ പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതാണ്, അത് പിന്തുടരേണ്ടതാണ് എന്നുള്ളത് ആ അഭിപ്രായത്തിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. ഇവിടെ നമ്മുടെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഞാൻ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ച മേഖലയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, പ്രത്യേകിച്ച് മാധ്യമരംഗത്തെ എത്തിക്കൽ ജേർണലിസം, അത് എത്രമാത്രം നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കൈവശം വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അദ്ദേഹത്തെ പോലുള്ള മഹത് വ്യക്തികളെ അനുസ്മരിക്കുമ്പോൾ ഒന്ന് ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത വാർത്തകൾ TV-യിലൂടെയും അതല്ലെങ്കിൽ മറ്റ് പ്രിന്റ് മീഡിയയിലൂടെയൊക്കെ നമ്മുടെ അടുത്തെത്തുമ്പോൾ അത് യഥാർത്ഥ വസ്തുതകളുമായി നീതി പുലർത്തുന്നു എന്നുള്ള കാര്യം ഗൗരവമായി നമ്മൾ ചിന്തിക്കുകയാണ്. അവിടെയാണ് പലപ്പോഴും മുഖ്യധാര മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് സോഷ്യൽ മീഡിയകൾക്കൊക്കെ ചിലപ്പോൾ അത് ശരിയാണെന്നുള്ളതല്ല, ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അതാണ് ശരിയാണ് എന്ന് ധരിക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ എത്തിക്കൽ ജേർണലിസം നമുക്ക് ജേർണലിസം മേഖലയിൽ മാത്രമല്ല, പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ അത് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് ഒരു മാതൃകയായിരുന്നു BR ഭാസ്കർ അദ്ദേഹം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വാർത്തകൾ യഥാർത്ഥ വസ്തുതകളുമായി അതിൻ്റെ ഒരു പ്രതിരൂപമായി മാറണം. പലപ്പോഴും അവലോകനങ്ങളായി മാറുമ്പോൾ അല്ലെങ്കിൽ അത് പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന ആളിൻ്റെ ഒരു
നിലപാടുകൾക്ക് അനുസൃതമായി മാറുമ്പോഴാണ് അത് വാർത്തകൾ അല്ലാതായി മാറുന്നത്. അത് നിരൂപണമാകാം, വിശകലനമാകാം, അതിലൊന്നും മാത്രം എതിർപ്പില്ല. അതുകൊണ്ട് നിഷ്പക്ഷമായ ഒരു മാധ്യമ പ്രവർത്തനത്തിന് നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പ്രചോദനം ആകണം. അദ്ദേഹത്തിന്റെ വേർപാടിൽ എൻ്റെ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. ക്ലബിലെ മാധ്യമ പഠനം കഴിഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകനാകാതെ പോയ ഒരാളാണ് ഞാൻ ഈ വാക്കുകളുടെ ചില അനുരണനങ്ങൾ 2017 അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ദേശാഭിമാനി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്വദേശാഭിമാനിക്ക് നാട്ടിൽ അദ്ദേഹം ജീവിച്ചിരുന്ന വീട് അത് സംരക്ഷിക്കണമെന്ന്, അതിനെ ഭാഗികമായിട്ട് പുനർനിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് അപേക്ഷ കൊടുക്കുകയും അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും അതിൻ്റെ സംരക്ഷണ ജോലികൾക്കുള്ള രൂപരേഖ തയ്യാറാക്കുവാനായിട്ട് ഞാൻ പോവുകയും ചെയ്യുകയുണ്ടായി. അവിടെ നെയ്യാറ്റിൻകരയിൽ എനിക്ക് പോകാൻ സ്ഥലത്തിനെ കുറിച്ച് തീർപ്പുകളോ നിശ്ചയമോ ഇല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് വീട് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ഏകദേശം ലൊക്കേഷനിലെത്തി, വീട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടുത്തെ ഒരു മലക്കരക്കടയിൽ ഞാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണനുള്ള അദ്ദേഹത്തിൻ്റെ പഴയ വീട് ഇവിടെ ഉണ്ട്, അത് കാണാനും പോകുന്നു, ഇത് കണ്ടാൽ മതി, കണ്ടിട്ട് ഞാൻ കാണാം. അങ്ങനത്തെ ഒരാളില്ല. ശരിക്കും നിങ്ങൾ ഇനീഷ്യൽ പറയും സ്വദേശാഭിമാനി എന്നും പറയാതെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞു രാമകൃഷ്ണപിള്ള എന്നാണ് പേര്. അങ്ങനത്തെ ഒരാൾ ഇവിടെ ഇല്ല. നമ്മൾ ഇപ്പോഴല്ല, ഏതാനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഈ നാടിൻ്റെ അഭിമാനമായിട്ട് വന്നിട്ടാണ്. ഇങ്ങനെ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? സർക്കാർ ജോലി വല്ലതും ഉണ്ടെന്ന് അതേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇല്ല, അതൊന്നും എനിക്കറിയില്ല. സ്വദേശാഭിമാനി നമ്മുടെ രാജ്യത്തിന് അഭിമാനമായ സ്വദേശാഭിമാനി വീട് ഉണ്ടാവും. അപ്പോൾ ഒരു മലക്കറിക്കാരി അവിടെ ഈ മലക്കറിക്കടയിൽ നിന്ന് മലക്കറി വാങ്ങിച്ച് വിൽക്കുന്നതിന് മലക്കറിക്കാരി വരുന്നുണ്ട്. സാറ് കുറച്ച് നാൾ മുമ്പ് സുരേഷ് ഗോപി വന്ന വീടാണോ? സുരേഷ് ഗോപി വന്ന് പോയ വീടാണ്. ഞാൻ പറഞ്ഞു അതായിരിക്കണം, കാരണം സുരേഷ് ഗോപി ആയിരിക്കണം ആ ഒരു സെലിബ്രിറ്റി ആയിട്ടാണ്. ഞാൻ ആ വീട്ടിൽ ചെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീടായിരുന്നു. നടന്നില്ല. ഞാൻ പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ സ്വദേശാഭിമാനി പുരസ്കാരം കിട്ടിയ കേരളത്തിലെ ഏറ്റവും ഉത്തമനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഞാൻ ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടുള്ള എനിക്ക് തീരാത്ത ആദരവാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. കാരണം ഇത്രയും ഒത്തുതീർപ്പുകൾക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തുതീർപ്പുകൾക്ക് വിധേയമായി ജീവിതം ശോഷിച്ചു പോയ ആൾക്കാരുടെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്ക് വിധേയമാവാതെ, മാത്രമല്ല മാധ്യമപ്രവർത്തനത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട്, വരികൾക്കിടയിൽ വായിച്ചെടുക്കുക എന്നുള്ള ആ രീതിയിൽ വായിക്കുന്നത്. അദ്ദേഹത്തിന് നിർഭയമായിട്ടുള്ള ചില നിലപാടുകൾ അദ്ദേഹത്തിനെ അപ്രിയമാക്കി. ഭരണകൂടങ്ങൾക്ക്, അത് ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും എല്ലാം ഒരു അപ്രിയമാക്കിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അത് പ്രത്യേകിച്ച് മുത്തങ്ങ സമരത്തിൽ ഭരണകൂടങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു നിലവിളി ഏറ്റെടുക്കുവാനായിട്ട് കേരളത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ കൂടെ, ദളിത് സമൂഹത്തിൻ്റെ കൂടെ നിന്ന മുത്തങ്ങയിലാണെങ്കിലും ഈ നമ്മുടെ മറ്റേ ചെങ്ങറയിലാണെങ്കിലും ആ സമരത്തിലൊക്കെ ഭാഗമായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിയുക്തമായ നേതൃത്വവും ഇടപെടലുകളും ഞങ്ങൾ വളരെ നന്ദിയോടുകൂടി, ഒരു പൗരൻ എന്നുള്ള നന്ദിയോടും കൂടിയാണ് അദ്ദേഹത്തെ പറ്റി ആലോചിക്കുന്നത്. അങ്ങനെ ഒരാൾ ഇല്ല. അതൊരു തുല്യതയില്ലാത്ത രീതിയിലുള്ളൊരു പത്രപ്രവർത്തനത്തിൻ്റെ, മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള വാക്കും പൊരുളും തമ്മിലുള്ള പൊരുത്തക്കേടുകളില്ലാത്ത വളരെ ചുരുക്കം മനുഷ്യരെ നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹമായിരുന്നു ശ്രീ BRP ഭാസ്കർ എന്ന് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ചിത്രത്തിൽ കണ്ട ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിലാണ് BRP ഭാസ്കറുടെ പല കാര്യങ്ങളും നമ്മൾ കണ്ടത്. ആ വീട് വെച്ചത് ഞാനാണ്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ്, അറിയാലോ, എത്രയോ 3.5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ആ വീട് വെക്കുന്ന സമയത്തുള്ള ഒരു ബന്ധം, അതൊരു ആത്മബന്ധമായിട്ട് മാറുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് ഒക്കെ. ആ വീട് പണിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയാണ് വീട് പണിഞ്ഞത്. നമ്മുടെ തിരുവനന്തപുരത്തെ ഹിന്ദുവിൽ ഫ്രണ്ട് ലൈൻ്റെ ബ്യൂറോയിൽ വർക്ക് ചെയ്തിരുന്നത് ബിന്ദുവിന് വേണ്ടിയാണ് വീട് വെച്ചിരുന്നത്. ഒറ്റ മകളാണ്. ബിന്ദുവിനോട് വീട് വയ്ക്കുമ്പോൾ ബിന്ദുവുമായിട്ടായിരുന്നു നമ്മളുടെ ഒരു ബിന്ദുവിനോട് സംസാരിക്കുക, അവളുടെ വീടാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ബിന്ദുവിന് നല്ല വായിക്കുന്ന ഒരു കുട്ടിയൊക്കെ ആയിരുന്നു. എന്നേക്കാളും വളരെ ചെറുപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടി.
അപ്പോൾ ആ കുട്ടിക്ക് ഒരു നിർബന്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ അവരുടെ ഈ കിടപ്പ് മുറിയിൽ കിടക്കാനുള്ള സ്ഥലം മതി. എനിക്ക് അതിനേക്കാൾ അപ്പുറം ഇവരുടെ നിന്നൊക്കെ മാറി കുറച്ച് ഉയരത്തിൽ എനിക്കൊരു വായനാ മുറി വേണം. അപ്പം ഞാൻ ആ മുറിയുടെ ബെഡ്റൂമിൻ്റെ ഭാഗമായിട്ട് ഒരു തട്ടിൻപുറം പോലത്തെ ഒരു ചെറിയ ഒരിടം ഞാൻ ഇതുവരെ കയറിപ്പോയി. നല്ല പച്ചയായിരുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. അവിടെ ജനാലയൊക്കെ വെച്ചിട്ട് റൂം വിത്ത് വ്യൂ ഇതൊക്കെ വെച്ച് ഒരു മുറിയൊക്കെ പണിഞ്ഞത് എൻ്റെ ഒരു ഓർമ്മയാണ്. അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന് നിർഭാഗ്യകരമായിട്ടുള്ള ചില സാഹചര്യത്തിൽ വീട് ഈ മദുരാശിയിലേക്ക് പോകാൻ വീട് വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ശങ്കർ, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു കാര്യം പറയാനായിട്ട്. സാധാരണ ഞങ്ങൾ ചെയ്യുന്ന ചെലവ് പറഞ്ഞ വീടുകൾ ഒരു മൂല്യമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിനോട് അദ്ദേഹം പറഞ്ഞു, അതല്ല, ശങ്കരയുടെ വീട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്, സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അതിനൊരു ആ കച്ചവടം നടന്നത്. അത് വാങ്ങിക്കാൻ ആൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് പണിഞ്ഞ വാസ്തുശില്പി എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷം തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ അവസാന സമയം ഞാൻ ഒരു കാര്യം ഞാൻ മറക്കുന്നതിന് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കാരണം ചില കാര്യങ്ങൾ മറക്കാതെ പോകരുത്. അദ്ദേഹത്തിന് ഈ രോഗാവസ്ഥയിൽ മരിക്കുന്നതിന് തലേ ദിവസം ഞാൻ ചില കണ്ടിരുന്നു. അപ്പം ശ്രീ വിജയകുമാർ പറഞ്ഞ ഇലക്ഷൻ്റെ കൗണ്ടിങ് തൊട്ട് തലേ ദിവസം അദ്ദേഹത്തിൻ്റെ ICU ചെന്ന് കണ്ടപ്പോൾ അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന് ഈ കാര്യത്തിലെ പേശികൾക്കുള്ള ബലക്കുറവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ചില കഫക്കെട്ടിൻ്റെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ ആസ്പിറേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേഴ്സുമാരോട് പറഞ്ഞു TV തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞു. TV എനിക്ക് കിടക്കയിൽ കാണാവുന്ന രീതിയിൽ തിരിച്ചു വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ TV കാണണ്ട, നാളെ കൗണ്ടിങ് ആണ്, സാറിന് വരച്ചിടത്ത് സമ്മർദ്ദം ഉണ്ടാകും. കാരണം ഫലങ്ങൾ ഒരുപക്ഷെ സാറിൻ്റെ മനസ്സിന് ഹിതകരമല്ലാത്ത സൂചനകളാണ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടാകും. സാർ 2 ദിവസത്തേക്ക് TV കാണേണ്ടത്, വീട്ടിൽ പോയിട്ട് TV കാണാമെന്ന് പറഞ്ഞു. പക്ഷെ അതേ കേട്ടില്ല. വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഒരുപക്ഷെ മാനസികമായിട്ടൊരു ആശ്വാസം എന്ന് പറയുന്നത്, കൗണ്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് 7:30 അദ്ദേഹം വിടവാങ്ങി എന്നുള്ളതാണ് ആശ്വാസമൊക്കെ ആയിട്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അവസാന നാളുകളിൽ ഒരു കൂടൊരുക്കിയ ആ ഒരു സംരംഭത്തിന് പ്രവർത്തകരോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു റിട്ടയർമെൻറ്റ് ഹോം, അവരുടെ റെയിൻബോ എലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലം, അദ്ദേഹത്തിന് അവസാന നാളുകൾ അവിടെയാണ് അദ്ദേഹം ജീവിച്ചത്. ആ സ്ഥലത്തിൽ അദ്ദേഹം സന്തോഷഭരിതനായിരുന്നു എന്നും ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ആത്മബന്ധം എനിക്ക് വളരെ വ്യക്തിപരമായിട്ടും ഏറെ വിഷമുണ്ട്. കാരണം ബിന്ദുവിൻ്റെ മരണം, എൻ്റെ ഒരു ആത്മസുഹൃത്തായിട്ട് ബിന്ദുവിൻ്റെ മരണം അദ്ദേഹത്തെ വളരെ തളർത്തിയിരുന്നു എന്നെനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് രവിചേച്ചി എന്ന് വിളിക്കുന്ന സാറിൻ്റെ സഹധർമ്മിണിയിൽ പോയി. ആ സമയത്തൊക്കെ മദുരാശിയിൽ പോയി കാണുവാനും ഇവിടെ നിന്ന് റെയിൻബോയിൽ ചെന്ന് കാണുവാനും അദ്ദേഹത്തിന് അവസാന നിമിഷം ആശുപത്രി ചെന്ന് കാണുവാനൊക്കെ കഴിഞ്ഞത് ഞാനെപ്പോഴും പറയും, എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയും, ഒരു കാര്യം മാറ്റിവെക്കരുത്, മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് ദുഃഖമായിട്ട് മാറുന്നത് തിരിച്ചറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ചെന്ന് കാണുകയും ചെയ്തു. അദ്ദേഹം അവസാനം ചിതയിലേക്ക് എടുക്കുമ്പോൾ ഞാനും സാക്ഷിയായിരുന്നു. ഒരു വലിയ മനീഷി, വലിയൊരു ചിന്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, മനുഷ്യാവകാശത്തിന് വേണ്ടി ഒരു ഉത്തേറിവില്ലാതെ പോരാടി. അദ്ദേഹം ആ ചിതയിലേക്ക് എടുക്കുമ്പോൾ ആലോചിക്കായിരുന്നു, ലളിതമായ ഒരു ജീവിതം എരിഞ്ഞടങ്ങുകയാണ്. നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും. ദുർബലമായ കാര്യത്തിനാണ് ശബ്ദത്തിൽ നമുക്ക് ഒരു നിലവിളിക്കാനേ കഴിയുള്ളൂ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. അദ്ദേഹത്തെ രേഖപ്പെടുത്തിയില്ല എന്നുള്ളത് സത്യം പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് ഒരു തീരാ കളങ്കമായിട്ട് നിൽക്കും എന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ. നമസ്കാരം. BRP സാറിന് 50 കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. വിദേശത്ത് വെച്ച് കുവൈറ്റ് ടൈംസ് എന്ന പത്രത്തിൻ്റെ എഡിറ്ററായി ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ BRP സാർ അവിടെ വന്നു. വളരെ ലളിതമായ വേഷം, എന്നാലും ഒരു സ്വയം നിയന്ത്രിച്ച അധികായൻ്റെ താളത്തിലാണ് അദ്ദേഹം പത്രം ഓഫീസിൽ, ഞങ്ങളുടെ ഓഫീസിൽ കയറി വന്നു. അവിടെ 22 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പത്രപ്രവർത്തകർ ജോലി ചെയ്യുന്ന സമയമായിരുന്നു അത്. മലയാളവും കൈയെഴുത്ത് അക്ഷരത്തിൽ തുടങ്ങിയ കാലം.
അപ്പോൾ അദ്ദേഹം വന്നത് UNIയുടെ ഒരു മെഷീൻ്റെ സാമ്പിളുമായിട്ടാണ് ടെറപ്രിൻ്റർ. എന്നോട് പറഞ്ഞു, മോഹൻ ഞാനിതിവിടെ വെക്കുന്നു. ഞാൻ പറഞ്ഞു, പബ്ലിഷർ ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശ സഞ്ചാരത്തിലാണ്. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ UNIയുടെ വരിക്കാരാവണം കുവൈറ്റ് ടൈംസ് എന്ന് പറഞ്ഞു. അങ്ങനെ പബ്ലിഷർ അവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ അവിടെ UNIയുടെ മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു. പബ്ലിഷർ തിരിച്ചു വന്നു. അന്ന് റോയിട്ടറും AFPയും AP-യുമായിരുന്നു 3 ഏജൻസികൾ. ഈ 4ാമത്തെ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങയെ കാണാൻ ഈ ഏജൻസിയുടെ പ്രധാനപ്പെട്ട ഒരു സാരഥി ഇവിടെ വന്നിരുന്നു. ഒരു ദിവസം കാത്തിരുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചു പോകാൻ ഷെഡ്യൂൾ ചെയ്ത യാത്രകളുള്ളതുകൊണ്ട് പോയി. ഇതൊന്നും ഇവിടെ വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു, വേണം. എന്താണ് ന്യായീകരണം? 80% ഇന്ത്യൻ വായനക്കാരാണ് നമ്മുടെ പത്രത്തിനുള്ളത്. ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ ഏജൻസിയായ PTIക്ക് പുറത്തുള്ള ഒരു സജീവമായ ഏജൻസിയാണ്. ഇത് കൊണ്ടുവന്ന വ്യക്തി ഇന്ത്യയിൽ ഏറെ അംഗീകരിക്കപ്പെടുന്ന പത്രപ്രവർത്തകനും കൂടിയാണ്. ശരി, മലയാളവും ഉണ്ടല്ലോ, പ്രയോജനപ്പെടും എന്നുള്ള രീതിയിൽ മലയാളം പതിപ്പിന് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാണ് BRP ആദ്യമായി കാണുന്നത്. ഏതാണ്ട് 10-45 കൊല്ലത്തിന് ശേഷം BRPയെ അവസാനമായി കാണുന്നത് ഈ കഴിഞ്ഞ ഇഫ്താർ കാലത്താണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമം ഈ ഹോട്ടൽ അപ്പോളോയിൽ നടക്കുകയായിരുന്നു. അതിനു മുമ്പ് ഞാൻ സാറുമായി സംസാരിക്കുമായിരുന്നു. മകളുടെ വിയോഗം, സഹധർമ്മിണിയുടെ വിയോഗം, ഈ സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നിർണായകമായ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചുള്ള വാർത്തകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേത് തന്നെ ലേഖനങ്ങളോ പരാമർശങ്ങളോ കാണുമ്പോഴും അതേക്കുറിച്ച് എൻ്റെ അഭിപ്രായം, പ്രകടനം, സന്തോഷം, അതിൻ്റെ പ്രതികരണം പറയാൻ വേണ്ടി വിളിച്ചിരുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മളൊക്കെ വിളിക്കുമ്പോൾ BRP സാറ് ആ ഫോൺ എടുക്കുന്നത്. വളരെ നന്നായി മോഹൻ വിളിച്ചത് മദ്രാസിലിരിക്കുമ്പോൾ. അപ്പം പറഞ്ഞു, സാർ യാത്രകളൊക്കെ കുറവാണ്, മദ്രാസിൽ വരുമ്പോൾ തീർച്ചയായും വന്ന് വരണം, കാണാനായി തന്നെ വന്നാലും തരക്കേടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഇഫ്താറിൻ്റെ പരിപാടിയിൽ കണ്ടത്. ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേശികൾക്കൊക്കെ ദൗർബല്യം ഉണ്ട് എന്നുള്ളതല്ലാതെ വാക്കുകളൊക്കെ കൃത്യമാണ്. എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. അദ്ദേഹം അന്ന് സംസാരിച്ചു ഏതാനും നിമിഷങ്ങൾ മാത്രം. വിഭജിക്കപ്പെടുന്ന ഇന്ത്യയുടെ വിശ്ലതമായ ഭാരതക്ഷോണിയുടെ ഹൃദയ സ്പന്ദങ്ങൾ ദുഃഖാക്ഷരങ്ങളാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. ഏതായാലും അന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ഒന്ന് ടോയ്ലറ്റിൽ അങ്ങോട്ടേക്ക് പോകണം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം സാർ കൂടെ. അങ്ങനെ കൈപിടിച്ച് അവിടെ വരെ എത്തി. ഞാൻ പറഞ്ഞു, തിരിച്ച് അങ്ങോട്ടേക്ക് വിളപ്പിൻ ശാലയിലാണ് ബിജുവിൻ്റെ നാട്ടിൽ. അപ്പം ഇല്ല, കാറുണ്ട്, പക്ഷെ ഈ ഡ്രൈവർ ഇവിടെ അധികം ഇവിടെയാണല്ലോ നിൽക്കേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇവരുടെയൊക്കെ ഒരു ഉത്തരവാദിത്വ ബോധം. അദ്ദേഹം അല്പം കുപിതനായിരുന്നു. മോഹൻ പോയിക്കോളൂ, ഞാനിവിടെ ഇരിക്കാം. ആ സോഫയിൽ അദ്ദേഹം ഇരിക്കുന്നു. 40 കൊല്ലത്തിൻ്റെ ദൈർഘ്യത്തിൽ 2 ചിത്രങ്ങൾ. ഊർജ്ജസ്വലനായ ഒരു സെയിൽസ്മാൻ. ആ യന്ത്രം അവിടെ വെച്ച് സ്ഥലം വിട്ട ആൾ. ഇത് സബ്സ്ക്രൈബ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയാതെ ധീരമായി UNI കുവൈറ്റ് ടൈംസിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹം പോവുകയായിരുന്നു. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. മാധ്യമപ്രവർത്തന രംഗത്ത് കുറേ കാലം ഞങ്ങളൊക്കെ ഉണ്ട്. കേശവനാണ് മാതൃഭൂമി പത്രം.
മനോരമയിൽ മാത്തുക്കുട്ടി ചായ നിന്ന് നമ്മളൊക്കെ ഓർമ്മിക്കുന്നു. KM മാത്യു സാർ, രാധാകൃഷ്ണന്റെ വല്ലുപിള്ള, ഗോവിന്ദപിള്ള സാർ, ഇങ്ങനെ ഏതാനും പേരെയാണ് മാധ്യമരംഗത്തെ കുലപതിമാർ, ദ്രോണാചാര്യന്മാർ, ഭീഷ്മ പിതാമഹന്മാർ എന്നൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നത്. ഇവിടെ BRP മാധ്യമരംഗത്ത് മായാത്ത മനോഹരമായൊരു ചിത്രമാണ്. അത് ഏഷ്യാനെറ്റ് ലെജൻഡ് എന്നുള്ള പരിപാടിയിൽ ഉൾപ്പെടുത്തി അത് രേഖപ്പെടുത്തി വെച്ചത് ഏറ്റവും നന്നായി. കാരണം അതായിരിക്കും ഒരുപക്ഷെ ബാക്കി നിൽക്കുന്ന ബുദ്ധമായ സ്മൃതി എന്നെനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ ഉപകരണങ്ങളും മാധ്യമരംഗത്ത് പ്രയോഗിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. പേന, പിന്നീട് ടൈപ്പ്റൈറ്റർ, പിന്നീട് കമ്പ്യൂട്ടർ, പിന്നീട് മൊബൈൽ ഫോൺ, ഇതെല്ലാം BRPക്ക് വഴങ്ങിയില്ല. ക്യാമറ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയില്ല. അപ്പൊ ഈ ഉപകരണങ്ങളെല്ലാം സമർത്ഥമായി അതത് കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം തന്നെ അടയാളപ്പെടുത്തിയതുപോലെ എല്ലാ മേഖലകളിലുമുള്ള സങ്കേതങ്ങളിലുമുള്ള മാധ്യമങ്ങളെല്ലാം ഒരുപോലെ പ്രധാനമാണെന്ന് പറഞ്ഞതോടുകൂടി ഇതെല്ലാം അദ്ദേഹം ഉപയോഗിച്ചു. പക്ഷേ ഒരു ഉപകരണം അദ്ദേഹം ഉപയോഗിച്ചില്ല മാധ്യമങ്ങൾക്ക് വേണ്ടി. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിവക്ഷിക്കുമ്പോഴാണ് മാധ്യമങ്ങൾ എന്നുള്ള രീതി ഞാൻ പറഞ്ഞത്. എല്ലാ ഉപകരണങ്ങളും മാധ്യമങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച BRP സ്വയം മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരു ഉപകരണമായില്ല. ഉശിരും ഉயிருമുള്ള BRP. നമസ്കാരം. എനിക്ക് അധികമൊന്നും പറയില്ല. BRP കൂടെ എന്നെ വിളിക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഈ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന പഴയ 85 വയസ്സിന് മുകളിലുള്ള കുറേ ആളുകളുടെ ഇന്റർവ്യൂ ഞാൻ തയ്യാറാക്കുമായിരുന്നു ഈ നഗരത്തെക്കുറിച്ച്. അത് അവസാനം BRP ആണ് ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, K. ബാലകൃഷ്ണന്റെ 100-ാം വർഷം പ്രമാണിച്ച് ഒരു പരിപാടി പ്രസ് ക്ലബിൽ നടന്നു. അതിനെപ്പറ്റി എന്നോട് ചോദിച്ചു, അങ്ങനെ ഇത്ര ആളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ബാലകൃഷ്ണനെ പറ്റി സംസാരിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഇന്റർവ്യൂ തരാം, നമുക്ക് ഒരു സൗകര്യമായിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനമല്ല, ചരിത്രത്തോടുള്ള അദമ്യമായ ആവേശം, അതിനു വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിജയകുമാർ സാർ പോയി, അദ്ദേഹം മസ്കറ്റിന്റെ KTDCയുടെ ചെയർമാൻ എന്ന കാലത്താണ് മസ്കറ്റിന്റെ 100-ാം വർഷം ആഘോഷിച്ചത്. അന്ന് അതിൻ്റെ ഒരു പഴയ ചരിത്രം മാതൃഭൂമിയിൽ എൻ്റെ കോളം നഗരപ്പഴമയിൽ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ആ കോളത്തിൽ എത്രയോ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് BRP എന്നെ വിളിക്കുന്നു. ഗോപാലകൃഷ്ണൻ മുമ്പ് എഴുതിയ ആ മസ്കറ്റിനെ കുറിച്ചൊരു കോളം ഉണ്ടല്ലോ, ആ കോളത്തിൽ ഒരു തിരുവനന്തപുരത്ത്, കാരണം അന്ന് തിരുവിതാംകൂർ ഗവൺമെന്റ് ഒരു അഡ്വർടൈസ്മെന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഈ എന്ത് വേണം, തിരുവിതാംകൂർ ഗവൺമെന്റ് പറഞ്ഞത് ഹോട്ടലുകളിൽ ഒരു ഹോട്ടൽ തുടങ്ങുന്നു, നല്ല ഹോട്ടലും സ്ഥലവും ഉള്ളവർ ഞങ്ങളെ അറിയിച്ചാൽ അത് ഏറ്റെടുക്കാൻ അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പം ഒരുപാട് പേര് സജഷൻ കൊടുത്തു. അപ്പൊ ആ ഒരു കൊടുത്ത ഒരു പ്രധാന ഹോട്ടലിന്റെ പേര് ഞാൻ ഈ കോളത്തിൽ കൊടുത്തിരുന്നു. അപ്പൊ സാറ് പറഞ്ഞത്, ഈ കോളം അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അനിയൻ കണ്ടു. അപ്പം അദ്ദേഹത്തിന് ഒരു സംശയം, ഇത് നമ്മുടെ അച്ഛന്റെ പേരും അച്ഛന്റെ വീട്ടുപേരും ഒക്കെയാണ് അതിൽ കിടക്കുന്നത്. അപ്പൊ അച്ഛന് തിരുവനന്തപുരത്ത് സ്ഥലം ഉണ്ടായിരുന്നോ എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ പഴയ രേഖകളൊന്ന് കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ ഞാൻ വീണ്ടും ആർക്കൈവ്സിൽ നിന്ന് രേഖ എടുത്ത് സാറിന് അയച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ അനിയനോട് ഞാനിത് അയച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ പറയുന്ന കാലത്ത് 1.5 വയസ്സേ ആയിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, ഞാൻ നോക്കും എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പിന്നെ എന്നെപ്പറ്റി ഒരുപാട് ഈ അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന സ്ഥലങ്ങളെപ്പറ്റിയും ഹോട്ടലുകളെ പറ്റിയൊക്കെ വളരെ സശ്രദ്ധം ശ്രദ്ധിച്ചിട്ട് വീണ്ടും എന്നോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു. 2-3 പ്രാവശ്യം ഞാൻ ആ കേസ് രേഖ എടുത്ത് കൊടുത്തു. ഇതേപോലെ തന്നെ വേറൊരു കേസ് അദ്ദേഹം പറഞ്ഞത്, കൊല്ലം SN കോളേജ് തുടങ്ങുന്നതിനെ പറ്റി സർ CP രാമസ്വാമിയും SNDPയും തമ്മിലുള്ള ഒരു തർക്കം. അപ്പോൾ NSSന് കോളേജ് കൊടുത്തു, മാർഗാനിസ് കോളേജ് കൊടുത്തു, SNDP കോളേജ് കൊടുത്തില്ല.
അതേപ്പറ്റി ഒരു തർക്കം നടന്ന സമയത്ത് ഇതിന്റെ കുറേ രേഖകൾ ആർക്കൈവ്സിലുണ്ടെന്ന് എടുത്തു തരുമെന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു. ഞാനത് എടുത്തു. CPI ആയിട്ടുള്ള തർക്കമൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ വീണ്ടും അദ്ദേഹം തെറ്റി. അത് ഇതേപോലെ പല ചരിത്ര സംഭവങ്ങളും വളരെ ജിജ്ഞാസയോട് സംസാരിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ ഈ കുറവ് നമുക്ക് വെറുതെ പോയി എന്ന് കുറവ് ആളെന്ന് മാത്രം പറയാൻ പറ്റില്ല. എത്രയോ ഇതുപോലെ ഇനിയൊരാൾ നമുക്ക് ഉണ്ടാകില്ല. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എനിക്ക് പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അനുശോചന യോഗങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊന്ന് നമുക്കൊരു എന്താണ് നമ്മുടെ സമൂഹം നമ്മളെ വിട്ടുപോകുന്ന സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ട് വിട്ടുപോകുന്നവരോട് ബാക്കി സമൂഹം എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് പലപ്പോഴും ആയി മാറാറുണ്ട് അനുശോചന യോഗം. എനിക്ക് തോന്നുന്നത് മലയാളിയുടെ ഈ തലമുറയിലോ അല്ലെങ്കിൽ മുൻ തലമുറയിലോ ഏറ്റവും ഉന്നതനായ മാധ്യമപ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ ഒക്കെ ആയ ആൾ വിട്ടുപോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ നടത്തുന്ന അനുശോചന സമ്മേളനം എത്ര ശുഷ്കമാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ പത്രപ്രവർത്തകരുടെ പ്രസ് ക്ലബ്ബ് നടത്തുന്ന ഈ അനുശോചന സമ്മേളനത്തിൽ പത്രപ്രവർത്തകർ തന്നെ എത്ര പേരുണ്ട്? പത്രപ്രവർത്തകരേ ഉള്ളൂ. അവർ തന്നെ എത്ര പേരുണ്ടെന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇവരൊക്കെ ചെയ്ത സംഭാവന, എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കുന്ന, നമ്മൾ ഇവരോടുള്ള കടം എങ്ങനെ തീർക്കും എന്നുള്ളതിനെ പറ്റി വളരെ ഒരു വ്യർത്ഥതാബോധമല്ലാതെ വേറെ ഒന്നും ബാക്കിയില്ല. അത് വേണോ അങ്ങനെയൊക്കെ അതിനൊന്നും സാരമില്ല എന്ന് വിചാരിക്കാവുന്നതാണ്. പക്ഷേ ഇത്രയൊക്കെ മതിയോ നമ്മുടെ മാധ്യമ സമൂഹം അല്ലെങ്കിൽ മലയാളി സമൂഹം ഇങ്ങനെ ഒരു മനുഷ്യനെ വേണ്ടി? ഏതാണ്ട് വളരെ ബാല്യം മുതൽ, നേരത്തെ പറഞ്ഞ പോലെ 19 വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ 90-ആം വയസ്സ്, 92 വയസ്സിൻ്റെ തൊട്ടു മുമ്പ് വരെ സമൂഹത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ബാക്കിയുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ താൻ പ്രവർത്തിച്ച മേഖലയുടെ സത്യസന്ധതയ്ക്ക് വേണ്ടി ഒക്കെ ജീവിച്ച് നമ്മളെ വിട്ടുപോയി ഇങ്ങനൊരു വ്യക്തി എനിക്ക് തോന്നുന്നു സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം മാധ്യമപ്രവർത്തകൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖല മാത്രം. പക്ഷേ തൻ്റെ ഈ വലിയ ബുദ്ധിമുട്ടുകൾക്കിടയിലും, വാർദ്ധക്യത്തിൻ്റെ ഇടയിലും, അനാരോഗ്യത്തിൻ്റെ ഇടയിലും, സങ്കടങ്ങൾക്കിടയിലും ഒക്കെ അവസാനം വരെ കണ്ണും കാതും കുറിപ്പിച്ചിരുന്നത്, ജാഗ്രതയോടെ ഇരുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായി. പ്രശസ്തരായ, പ്രമുഖരായ, വളരെ മിടുക്കരായ മാധ്യമപ്രവർത്തകർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. മലയാളികൾ പോലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ലോകത്തിന് തന്നെ സംഭാവന ചെയ്ത പ്രമുഖരായ മാധ്യമപ്രവർത്തകരുണ്ട്. പക്ഷെ അതെല്ലാം ചെയ്യുന്നതിന് പുറമെ, മാധ്യമപ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച മാതൃക എന്നുള്ളതിനോട് പുറമെ, ഏറ്റവും നല്ല വാർത്തകൾ, പുതിയ വാർത്തകൾ, ആർക്കും അറിയാത്ത വാർത്തകൾ എന്നതിന് പുറമെ മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആ മാധ്യമപ്രവർത്തനത്തിനെതിരെ വരുന്ന പ്രലോഭനങ്ങൾക്കെതിരെ, അതിനുവേണ്ടി വരുന്ന ശബ്ദങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുക, അതിനുവേണ്ടി തൻ്റെ എല്ലാം ഉപേക്ഷിക്കാൻ ഒരു മടിയും കാണിക്കാതിരിക്കുക. 19-ആം വയസ്സിൽ ഹിന്ദു പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിൽ ജോലി ചെയ്ത ആൾ 2 വർഷം കഴിഞ്ഞപ്പോഴാണ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നരസിംഹന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് കസ്തൂരി രംഗ അയ്യങ്കാർ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ സുഹൃത്തൊക്കെ ആയിരുന്നതാണ്, കസ്തൂരി രംഗ അയ്യങ്കാർ കൊടുത്ത ജോലി ഉപേക്ഷിച്ച് സുഖമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നുപോയ മനുഷ്യൻ. അങ്ങനെ ജീവിതം മുഴുവൻ ഇപ്പൊ മാധ്യമപ്രവർത്തനത്തിന്റെ ആ ഒരു വളരെ ഒരു വളരെ അർത്ഥപൂർണമായ ഒരു കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹം ഈ പ്രായം കഴിഞ്ഞപ്പോൾ, ഈ പറഞ്ഞ പോലെ 30-40 വർഷം, 10-20-25 വർഷം മുമ്പ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നപ്പോൾ മുതൽ അദ്ദേഹം ഈ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, സമരങ്ങൾക്ക്, തെരുവുകളിൽ ആദിവാസികൾക്ക് വേണ്ടി, എല്ലാം മറ്റു വിഭാഗക്കാർക്ക് വേണ്ടി, എവിടെയൊക്കെ മനുഷ്യാവകാശം ഹനിക്കപ്പെടുന്നു അവിടെയൊക്കെ ശബ്ദമുയർത്താൻ, അധികാരികളോട് സത്യം വിളിച്ചു പറയാൻ ഒരിക്കലും മടിക്കാത്ത മനുഷ്യൻ. സ്വയം ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും ഇടതുപക്ഷത്തിന്റെ വളരെ ശക്തിയുള്ള വിമർശകൻ,
എപ്പോഴൊക്കെ അവർ തെറ്റ് ചെയ്തു അപ്പോഴെല്ലാം ചൂണ്ടിക്കാണിക്കാൻ മടിക്കാത്ത മനുഷ്യനായി അദ്ദേഹം ഉയർന്നു വന്നു. അവസാനം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു വിഷമമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാതെ അദ്ദേഹത്തിന് വിട പറയാൻ കഴിഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് അവസാനം വന്നപ്പോൾ മുതൽ മിക്കവാറും എല്ലാ ആഴ്ചയും ഒന്നുകിൽ കാണുക അല്ലെങ്കിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടൊന്നും വലുതായിട്ടില്ലാത്ത അവസാനത്തെ 2-3 ദിവസം മാത്രമേ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അവസാനം നമ്മൾ കാണുമ്പോഴും അവിടുത്തെ പടികളൊക്കെ ഈ ഷിറാസിന്റെ സ്ഥാപനത്തിലായിരുന്നു അദ്ദേഹം സന്തുഷ്ടനായിട്ട് കഴിഞ്ഞിരുന്നത്. അപ്പോഴും ഈ നടന്നു വന്നും ആ വലിയ പടികൾ കയറാനൊന്നും ഒരു മടിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. പക്ഷെ ഒരു വിഷമം മാത്രം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്ന ഒരു രാഷ്ട്രീയ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നും പേടിക്കാനില്ല ഈ ഇന്ത്യൻ ജനതയിൽ, നമുക്ക് വീണ്ടും വിശ്വസിക്കാം എന്നുള്ള സന്ദേശം അറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ലോകം വിട്ടു പോകേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. കുറച്ചുകൂടെ സമാധാനത്തോടെ അദ്ദേഹത്തിന് ഈ ലോകം വിട്ടു പോകാൻ കഴിയുമായിരുന്നു. ആ 8 മണിക്ക് 1-2 മണിക്കൂറെങ്കിലും കൂടെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിക്കും. ഒരു 5-6 വർഷം മുമ്പ് ശ്രീ പെരുമ്പടവം ശ്രീധരൻ്റെ ഭാര്യ മരിച്ചതിന് പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പം BRP ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് പെരുമ്പടവം BRPയോട് പറഞ്ഞു, BRP ആരോഗ്യമൊക്കെ നോക്കണം. എനിക്കൊന്നും അദ്ദേഹത്തിന് 86 വയസ്സാണ്. BRP പറഞ്ഞ മറുപടി, ഇത്രയും പ്രായമായില്ലേ, ഇനി പലതും രോഗങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏറ്റെടുക്കാൻ മനസ്സിനെ പാവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ വല്ലാതെ ഉടക്കിയ ഒരു വാചകമാണ്. കാരണം ഇങ്ങനെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇങ്ങനെ ഒരു മറുപടി ഇത്തരം ആശംസകൾക്ക് അല്ലെ ശ്രദ്ധ മുന്നറിയിപ്പുകൾക്ക് നൽകുന്നതെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എൻ്റെ മനസ്സിൽ ആ വാചകം അങ്ങനെ കിടന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഏക മകൾ മരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ അദ്ദേഹവുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. കാരണം ബന്ധപ്പെടുന്നതിൻ്റെ ഒരു കാരണം മനോരമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് ആ സമയത്ത് ലേഖനങ്ങൾ എഴുതിയിരുന്നു. ശ്രീ MG രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെങ്കിലും അദ്ദേഹം ഇടതുപക്ഷത്തെ ആണെങ്കിലും വലതുപക്ഷത്തെ ആണെങ്കിലും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വളരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഒരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഇത്രയും മനോഹരമായിട്ട് മലയാളം എഴുതിയിരുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ കോപ്പികൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും. കാരണം അദ്ദേഹത്തോട് ചിലപ്പോൾ രാവിലെ വിളിച്ച് പറയുന്ന ഇന്ന വിഷയത്തെക്കുറിച്ച് ലേഖനം വേണം, അപ്പോൾ അദ്ദേഹം ഞാൻ പറയാം എന്ന് പറയും. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതണോ വേണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കും. എന്നിട്ട് ഞാൻ പറയും ഞാൻ വൈകുന്നേരം ഇത്ര മണിക്ക് തരാം എന്ന് പറയും. കൃത്യം ആ സമയത്തിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്. അപ്പോൾ എന്നോട് പറയും ജോൺ ഒന്ന് വായിച്ച് നോക്കണം. അപ്പം ഞാൻ ചിലപ്പോൾ ഞാൻ പറയും ഞാൻ അത് നേരെ കോട്ടയത്തേക്ക് കൊടുത്താൽ മതി, ഇമെയിൽ ഐ ഡി തരാമെന്നല്ല, വേണ്ട ഒന്ന് വായിച്ച് നോക്കണം. പക്ഷെ വായിച്ചു നോക്കിയാൽ ഒരു കറക്ഷൻ പോലും പറയാനില്ലാത്തത് അത്ര മനോഹരമായ എന്തൊരു ഷാർപ്പായിട്ടുള്ള വാചകത്തിൽ എന്തൊരു ഉൾക്കരുത്ത്, എന്തൊരു അന്തസത്യമുള്ള എന്തൊരു നല്ല ലേഖനങ്ങളായിരുന്നു ആലോചിക്കുക. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നു, ഇനി എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് എഴുതാനും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറിയെങ്കിലും പിന്നീടും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ BRP ഭാസ്കരനെ ആദ്യമായിട്ട് അറിയുന്നത് അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ ഈ പത്രവിശേഷത്തിലൂടെയാണ്. അക്കാലത്ത് എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ലെങ്കിൽ പോലും ഞാനൊന്ന് മനോരമയിൽ എഴുതിയിരുന്ന ചില ലേഖനങ്ങളും പരമ്പരകളും പലരും അതിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിരുന്ന കാലത്ത് എന്നെ ഒരു പരിചയമില്ലാത്ത, എന്നെ ഒരിക്കലും അറിയാത്ത, ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത BRP അതിനെക്കുറിച്ചൊക്കെ പ്രശംസിച്ച് പറയുന്നതായിട്ട് ഞാൻ അർത്ഥപ്പെട്ടു പോയിട്ടുണ്ട്. അതിനുശേഷം BRP എന്ന വ്യക്തിയെ ഞാൻ ശരിക്കും തിരിച്ചറിയുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ന്യൂസ് റൂം എന്ന പുസ്തകം. അതിനുശേഷം പരിചയമുണ്ട്, അടുപ്പമുണ്ട്, സംസാരിക്കാറുണ്ട്, ബന്ധമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന രംഗം ചെന്നൈ മുതൽ ഫിലിപ്പീൻസ് വരെ അല്ലെങ്കിൽ ചെന്നൈ മുതൽ ഡൽഹി വരെ ഒതുങ്ങിയൊക്കെ നീണ്ടു കിടക്കുന്ന ഒന്നാണെങ്കിലും കേരളത്തിൽ അദ്ദേഹം അക്കാലത്ത് പരിചിതനല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഇത്രയും വലിയ അറിവുള്ള അനുഭവ സമ്പത്തുള്ള ഒരു കാലഘട്ടത്തിലൂടെ അതിൻ്റെ ചരിത്രത്തിലൂടെ രാഷ്ട്രീയത്തിലൂടെ കടന്നുപോയ ഒരു വലിയ പത്രപ്രവർത്തകനാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന് ന്യൂസ് റൂം എന്ന പുസ്തകത്തിലൂടെയാണ്. അതിനുശേഷം എനിക്ക് ഒരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. അത് നേരത്തെ പിന്നെ ശങ്കർ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. നമ്മളൊരു കാര്യം വേണമെന്ന് തീരുമാനിച്ചാൽ പെട്ടെന്ന് ചെയ്യണം എന്ന് ശങ്കർ പറഞ്ഞത് വളരെ സത്യമാണ്. BRP ഇവിടെ വന്ന ശേഷം അദ്ദേഹത്തെ ഒന്ന് കാണാൻ ഞാൻ പലതവണ ആഗ്രഹിച്ചു.
പക്ഷേ എന്തുകൊണ്ട് എനിക്കിങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഞാൻ ഓരോ തവണ അത് മാറ്റി വെച്ച് പോയി. ഒരു സമയത്ത് ഏകദേശം ഒരു 2-3 ആഴ്ച മുമ്പ്, 1 മാസം മുമ്പ് BRP എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നോട് വിളിച്ച് വിശേഷമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെയാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയാണ്. വരണം, കാണണം എന്ന് പറഞ്ഞു. അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആൾക്കാരൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പോയി കാണാൻ, നേരിട്ട് കാണാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അതിനുശേഷം ഒരു ഗെറ്റുഗതർ വെച്ചപ്പോഴും അതും അറിയാൻ പറ്റില്ല. ഞാനൊന്ന് NT രാജേഷിനെ വിളിച്ച് എൻ്റെ പരാതിയും എന്നോട് പറയുകയും ചെയ്തു. എന്നാലും ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തെ അവസാന കാലത്ത് ഞാൻ കണ്ടതിന് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ശാന്തി കവാടത്തിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ ശങ്കർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ ഇപ്പുറത്ത് ആ ഷട്ടർ വീഴുന്ന നിമിഷം എന്തൊരു ചരിത്രമാണ്. ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു 7 പതിറ്റാണ്ട് നടന്നുപോയ ഒരു വലിയ മനുഷ്യൻ ഇതാ ഷട്ടറിനപ്പുറത്തേക്ക് എരിഞ്ഞടങ്ങാൻ പോകുന്നു എന്നുള്ളത് എല്ലാവരുടെ മനസ്സിനെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച്, ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ച് അദ്ദേഹം കുറച്ചുകൂടെ ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ, ഞാനും ഇവിടെ ഉള്ള അടൂരും ഒക്കെ, പത്മനാഭൻ, ഇവരെല്ലാം നമ്മൾക്ക് ഈ പണി തുടങ്ങാൻ വേണ്ടി തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വന്നു ചേർന്നപ്പം അദ്ദേഹമാണ് ഞങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയത്. ഞങ്ങളെല്ലാം എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഏതാണ്ട് അതേ പ്രായമാണ്. എനിക്കെപ്പോഴും ബാബു സാറുമായിട്ട് ഇടപഴകുമ്പോഴും അദ്ദേഹത്തിന് എന്നോടും ഒരു പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം പോലെയായിരുന്നു. അങ്ങനെ അത് ഞാൻ വെറുതെ പറയില്ല, എനിക്കെപ്പോഴും മനസ്സിലങ്ങനെയാണ് തോന്നിയത്. കാരണം അത്ര വാത്സല്യവും കരുതലോടും കൂടെയാണ് അദ്ദേഹം നമ്മളോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. നമുക്കറിയാം, ഞങ്ങളുടെ എഡിറ്റോറിയൽ കൺസൾട്ടൻ്റ് ആയിട്ടെന്നുള്ളത് എനിക്ക് ബാബു സാർ എല്ലാ ദിവസവും ചെറുവിക്കലിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വണ്ടി ചെന്ന് സാറിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സാധാരണ വരുന്നത്. ആയുർവേദ കോളേജിലെ റോസ് കോട്ടയിലാണ് ഞങ്ങളുടെ അന്നത്തെ ഏഷ്യൻ ന്യൂസിലെ ഓഫീസ്. അപ്പൊ സാർ അവിടെ വരുന്ന, സാറിന് പ്രത്യേകിച്ച് ഇരിപ്പോഴല്ല, അടുക്കത്തെ റൂമില് നമ്മുടെ അക്കൗണ്ടന്റ് ഇരിക്കുന്ന സമയത്ത് സാർ മിക്കവാറും വൈകിട്ടാകും. അപ്പൊ ആ സമയത്തേക്ക് അവർ പോകുന്ന സമയത്ത് സൂരജൊക്കെ ഇരിക്കുന്ന സാർ, അപ്പൊ അവിടെയാണ് സാറ് ഇരിക്കുന്നത്. ഇരുന്നിട്ട് സാറ് കൃത്യമായി വാർത്തകളെല്ലാം നോക്കി പറയാം. അപ്പം നമ്മൾ പലപ്പോഴും കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ, കാരണം സാറിനെ കുറിച്ച് സംസാരിക്കുമ്പം ആലോചിക്കുമ്പം തന്നെ ശരിക്കും ഒരു സന്തോഷമാണ് യഥാർത്ഥത്തിലുള്ളത്. കാരണം എപ്പോഴും സാറ് ഒരു പോസിറ്റീവായിട്ട് മാത്രമേ, സാർ എപ്പോഴും ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരെ എപ്പോഴും ഈ അവസാന നാളുകളിൽ സംസാരിക്കുമ്പോൾ പോലും നേരിട്ട് കാണുമ്പോഴും ഒക്കെ സാർ അതേ ഭാവമാണ്. എത്ര ശാരീരികമായ ആവശ്യമാണെങ്കിൽ സാറ് അതേ ഭാവം തന്നെയാണ് പുലർത്തിയത്. സാറ് പറയുന്നത്, അവസാനം കാണുമ്പോഴും സാറ് പറയുന്നത്, ശരീരം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ടയുടെയൊക്കെ ഈ പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ ഓർമ്മയ്ക്ക് ഒരു മങ്ങലില്ല. പക്ഷെ മറ്റ് ഫാക്കൽറ്റികളെല്ലാം പോയി. അതുകൊണ്ട് എന്നുള്ള രീതിയിൽ അർദ്ധവിരാമത്തോടെയാണ് സാറ് നിർത്തുന്നത്. അപ്പൊ സാറ് നമ്മൾ ചെന്ന് കാണുമ്പോൾ, അന്നൊക്കെ ഞങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ, അന്ന് ഈ RTO ഒന്നും ഇല്ലാത്തൊരു കാലമായതുകൊണ്ട് നമ്മൾ അന്ന് പത്രത്തിൽ നിന്നൊക്കെ കടമെടുത്ത, ഞങ്ങൾ ടെലിവിഷൻകാരാണ്, ഒരു പ്രയോഗമുണ്ട്, അഭിജ്ഞവൃത്തങ്ങളെന്നോ. അപ്പൊ നമ്മൾ ഈ കോപ്പിയിൽ ഇതൊക്കെ എഴുതി കൊണ്ട് ലഭിച്ചു കൊടുക്കും ഈ സാധനം. അപ്പൊ സാറ് ചിലപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളാണെങ്കിൽ സാറ് ചോദിക്കും, ഇത് എന്താണ് ബിജു ഈ അഭിജ്ഞവൃത്തങ്ങൾ? അപ്പൊ ഞാൻ പറഞ്ഞു, സാർ സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. അത് ശരിയാണ്, സോഴ്സ് നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ വെളിപ്പെടുത്തണ്ട, കാരണം നമുക്ക് സോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ടല്ലോ. പക്ഷെ എന്റെ മുമ്പിൽ വെളിപ്പെടുത്തണം. ചിലപ്പോൾ നമ്മുടെ സ്റ്റോറികൾ അവിടെ പൊളിഞ്ഞു. പക്ഷെ എന്നാലും സാർ അത് എന്ന് വെച്ചാൽ, സാർ ഇത്രയൊക്കെ ആണെങ്കിൽ വളരെ ഒരിക്കൽ പോലും നമ്മുടെ ഓഫീസിലേക്ക് അന്തരീക്ഷം, ഞാൻ പറയുന്നില്ല, സമയത്ത് വളരെ പല രീതിയിലുള്ള കോമരങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ് ആ സമയത്ത്. പക്ഷെ സാറ് ഇത്ര കാർക്കശ്യം ഉണ്ടെങ്കിലും വാക്കുകളിൽ അതുണ്ടാവില്ല, നിലപാടുകളിൽ അതുണ്ടാവും. വാർത്ത വളരെ വ്യക്തി ചെയ്ത് വളരെ സ്ഫുടീകരിച്ച് മാത്രമേ സാർ കൊടുക്കാൻ സമ്മതിക്കുള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഇതുവരെ കാലുഷ്യത്തോടെ അദ്ദേഹം പെരുമാറിയില്ല. ഞങ്ങളെല്ലാം ഞങ്ങളാ സമയത്ത്, ഞങ്ങൾ ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്ത് ഭാഗ്യമോ നിർഭാഗ്യമോ, ഞങ്ങൾക്കൊക്കെ ഭാഗ്യമായിരുന്നു, തെരഞ്ഞെടുപ്പുകളുടെ പൂരമായിരുന്നു. ദേശീയ തലത്തില് 96-ല്, 98-ലും 99-ലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു വർഷമാണ്. അപ്പൊ ഇതിനൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ എക്സ്പോഷർ കിട്ടുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത്. അപ്പൊ നമ്മളെല്ലായിടത്തും പോകുമ്പോൾ മറ്റ് ഇന്ത്യൻ
ഉത്തരേന്ത്യ സ്റ്റേറ്റുകളിലേക്കൊക്കെ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഗോവ, ഇങ്ങനെ ഓരോ സ്ഥലത്തും വിടുമ്പോൾ നമുക്ക് ഒരു പിടിയില്ല. മാത്രമല്ല നമുക്ക് ഈ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞൂടാ. ഇപ്പം ജോൺ പറഞ്ഞതുപോലെ നമ്മൾ ഈ പിന്നെ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും പിന്നീടുള്ള വരുമ്പോഴാണ് സാറിന്റെ ഈ വിശാലത നമുക്ക് അറിയുന്നത്. പക്ഷെ നമ്മളെല്ലാം പോകുമ്പോഴേ 1 മണിക്കൂർ സാറിന്റെ മുമ്പിൽ ചെന്നിട്ട് സംസാരിക്കും. ഇപ്പം മധ്യപ്രദേശില് അവിടെ ഏത് സ്ഥലത്തേക്ക് പോകും അപ്പോഴും ആ പ്രദേശത്തിന്റെ പൊളിറ്റിക്കൽ, കൾച്ചറൽ എല്ലാ ഹിസ്റ്ററിയും 1 മണിക്കൂർ കൊണ്ട് നമുക്ക് വ്യക്തമായ ഒരു വിവരം കിട്ടും. ഇതിന്റെ ബലത്തിലാണ് നമ്മൾ ഈ കവറേജിന് പോകുന്നത്. അപ്പൊ ഞാനൊരിക്കൽ സാർ ആ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്, ചേഞ്ചിങ് മീഡിയസ്കേപ്പില് ഈദ്ഗഡി മധ്യപ്രദേശിൽ കവറേജിന് പോയ സമയത്ത് സാറ് പറഞ്ഞിങ്ങനെ ഭോപ്പാലിനടുത്ത് മറ്റ് സമയം കിട്ടിയാണെങ്കിൽ ഒരു സ്ഥലമുണ്ട് ഈദ്ഗഡി എന്ന് പറഞ്ഞിട്ട്, അവിടെ ഇങ്ങനെ മലയാളി സെറ്റിൽമെന്റ് പണ്ട് നെഹ്റുവിന്റെ കാലത്തൊക്കെ ഉണ്ടായതാണ്. അന്ന് അവിടെ ബിജുവിന് പോകാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം, അവരവസ്ഥ എന്താണെന്ന്. ഞാൻ പണ്ട് സാറ് ഞാൻ ഫോളോ ചെയ്തൊരു സ്റ്റോറിയാണ്. സാറ് പണ്ടൊരു യൂണിയന്റെ ദേശീയ സമ്മേളനത്തിന് പോയ സമയത്ത് ഭോപ്പാലിൽ ഇറങ്ങി വളരെ പാടുപെട്ട് സാറെന്ന ഈ സ്ഥലം കണ്ടെത്തി. അവിടെ മലയാളികൾക്ക് വളരെ പ്രയാസമുണ്ട്. അതൊരു ട്രാൻസ് മൈഗ്രേഷൻ പോലുള്ള ഒരു കൾച്ചർ, നാഷണൽ ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് നെഹ്റുവിന്റെ ഒക്കെ കാലത്ത് നടപ്പാക്കിയ ഒരു എക്സ്പെരിമെന്റ് ആണ് മലയാളികളെ അവിടെ കൊണ്ട് താമസിപ്പിച്ച്. അപ്പൊ അവര് വളരെ കഷ്ടത്തിലാണെന്ന് അറിഞ്ഞ് സാറ് വ്യക്തിപരമായി സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ആ സ്ഥലത്ത് പോയി. ഒരു കാടിക്കൂടെയൊക്കെയാണ് നടന്ന്, ഏതൊരു ആദിവാസി സ്ത്രീയുടെ പുറകെ നിന്ന് നടന്ന് പോയി. അങ്ങനെയൊക്കെയാണ് ആ സ്ഥലത്ത് എത്തുന്നത്. ആ സ്ഥലത്ത് പോയി ആ സ്റ്റോറിയൊക്കെ കണ്ടെത്തി. ഭയങ്കര ദയനീയമായ അവസ്ഥയിലായിരുന്നു മലയാളികൾ അവിടുത്തെ. കാരണം ഈ പോയി ഒരു ബന്ധമില്ല, ഒരു സപ്പോർട്ടും ഇല്ല. ആ സ്റ്റോറിയായിട്ട് സാറ് വന്നപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ്. സാറിനെ കുറിച്ചാണ് ഈ വൈകി വിളയിലായാലും പറയാതെ നിർവാഹമില്ല. അപ്പൊ സാറ് പറഞ്ഞതെന്ന് വെച്ചാല് ഈ സ്റ്റോറി ചെയ്തു വന്നപ്പോഴേ, സാർ അന്ന് ഹിന്ദുവിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്, പക്ഷെ ആ സ്റ്റോറി ഹിന്ദുവിൽ കൊടുത്താൽ വേണ്ട പ്രയോജനം ഉണ്ടാവില്ല. കാരണം മധ്യപ്രദേശിലെ ഹിന്ദുവിന്, ആ ബെൽറ്റില് ഹിന്ദുവിന് വലിയ സർക്കുലേഷൻ ഇല്ല. കേരളത്തിലും അന്ന് താരതമ്യേന ഹിന്ദുവിന് സർക്കുലേഷൻ കുറവാണ്, എഡിഷൻ ഒന്നും ഇല്ലാത്ത കാലത്താണ്. ഇത് രണ്ടും വരണമെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ വാർത്ത വരണം. എന്നാലേ, കാരണം ഈ വെറുതെ ഒരു സ്റ്റോറി കൊടുത്ത് നമ്മുടെ ഒരു ഞാനൊരു സ്റ്റോറി റിപ്പോർട്ട് ചെയ്തൊന്നല്ല, സാറിനെ സംബന്ധിച്ച് ആ സ്റ്റോറിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാവണം. അവസാനം സാറ് ഹിന്ദുവില് എഡിറ്ററെയൊക്കെ കണ്ട് സംസാരിച്ച്, ന്യൂസ് ലെറ്റർ വഴി എഡിറ്ററെ കണ്ട് സംസാരിച്ച് സമ്മതിപ്പിച്ചു ഹിന്ദുവിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സ്റ്റോറി ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുക്കാൻ. അത് ചോദിക്കും, ഇന്നത് പോലും ഇതൊക്കെ നമുക്കത് ചിന്തിക്കാൻ പറ്റും. അന്ന് സാറ് സമ്മതിപ്പിച്ചിട്ട് ആ സാറ് ഹിന്ദുവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോറി ഇന്ത്യൻ എക്സ്പ്രസിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു ഹിന്ദുവിന്റെ അന്നത്തെ ഒരു എഡിറ്റോറിയൽ ലീഡർഷിപ്പിന്റെ ഒക്കെ മെഗ്നാനിമിറ്റിയും കൂടെയാണ്. അങ്ങനെ ആ സ്റ്റോറിക്ക് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായി. അത് ഇവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ മുഖ്യമന്ത്രിയും എല്ലാവരും അറിഞ്ഞ് ഇടപെട്ട് ആ മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന വലിയ പരിഹാരം ഉണ്ടായി. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ സ്റ്റോറി ചെയ്യാൻ പോയപ്പോഴും സാറ് പറഞ്ഞത് കൊണ്ട് വന്നേ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞോളാം. ഞങ്ങൾ പാടുപെട്ട്, ഞങ്ങൾ ഇതുവരെ പ്രയാസപ്പെട്ടൊക്കെ പോയി സമയം കണ്ടെത്തി ചെയ്ത് ഞങ്ങൾ അതിന്റെ ഡോക്യുമെന്ററി ഒക്കെ ആക്കി. പിന്നെ ഞങ്ങളുടെ പോയി അടുത്ത ക്രൂസും ഒക്കെ അത് ഫോളോ അപ്പ് ചെയ്തു. സാറിന് വലിയ സന്തോഷമായിരുന്നു ആ സ്റ്റോറി. അപ്പം ശരിക്കും അന്ന് ഇതുപോലെ പോകുമ്പം അവിടുത്തെ പോയ മലയാളികളൊക്കെ, അവിടുത്തെ ഒരു പഴയ പാറശാലക്കാരൻ്റെ ഒരു കർഷകൻ പറഞ്ഞ സാധനമാണ്, ഞങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും മലയാളം അറിഞ്ഞുകൂടായിരുന്നു, അവർക്ക് ഹിന്ദി അറിയാന്നുള്ളായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര രസകരം. അന്ന് അവർ സംസാരിച്ച ഭാഷയൊക്കെ, ഞാൻ KP സാറിന്റെ ഒക്കെ ഓർമ്മ, 60കളുടെയൊക്കെ ഒരു മലയാളമൊക്കെയാണ് അവർ സംസാരിച്ചിരുന്നത്. കാരണം എന്ന് വെച്ചാല് ആ കാരണം അവർക്ക് അതിനുശേഷം കേരളമായിട്ടൊന്നും കണക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളന്ന് ആ സ്റ്റോറിയൊക്കെ കൊടുത്തതിന് ശേഷം അവരെ സ്റ്റോറി വരുന്നതിനെ കുറിച്ച് അവർ പാടുവിട്ട് ഇങ്ങനെ ഡിഷൊക്കെ സംഘടിപ്പിച്ച് ഏഷ്യാനെറ്റിനെ അവർ കാണാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം അവർക്ക് കേരളമായിട്ട് കണക്ഷനൊക്കെ ഉണ്ടായി. അന്നും അവിടെ NSS കരയോഗവും SNDP യോഗവും ഇതൊക്കെ ഉണ്ട് കേട്ടാ, മറ്റ് ചർച്ച്, ജമാഅത്ത് എല്ലാം മലയാളികളുടെ ബാക്കി എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ കേരളമായിട്ട് അവർക്ക് ഒരു കണക്ഷനും ഇല്ല മൂന്നാമത്തെ. പക്ഷെ പിന്നെ അവർക്ക് കേരളമായിട്ട് കണക്ഷൻ വന്നു. കാരണം അവർ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ കേരളത്തെ കുറിച്ച് അറിയാൻ പറ്റി. പുതിയ അവര് ഉപയോഗിച്ച വാക്കുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇറണമന്ദിരങ്ങളായിരുന്നു എന്നൊക്കെയുള്ള വാക്കുകളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചത്. കാരണം അതൊക്കെ അവർക്ക് അറിയാവുള്ളൂ. പുതിയ സാമാന്യ മലയാളം ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. അത് സാറിനെ കുറിച്ച് ഓർക്കുമ്പം ഇതൊക്കെയാണ് ഓർക്കാനുള്ളത്. സാറിനെ പറ്റി ഒരുപാട് ഓർമ്മയുണ്ട്. സാർ ഈ പറഞ്ഞ പോലെ സംഗതി വച്ച, ഞാൻ പത്രവിശേഷത്തിന്റെയൊക്കെ പ്രൊഡ്യൂസർ ആയിരുന്നു സാറ് ചെയ്തത്. അപ്പൊ സാറിന്റെ വീട്ടിൽ പോയി സാറിനെയും കൂട്ടി ഞങ്ങൾ ന്യൂസിൽ നിന്ന് പോയി പുള്ളിറക്കുണത്ത് സ്റ്റുഡിയോയിൽ വെച്ചാണ് ഷൂട്ട്. ഞങ്ങൾ സിറ്റി ഓഫീസാണ്. അപ്പൊ ഞാൻ രാവിലെ പോകുമ്പോഴൊക്കെ സാർ അവിടെ എത്തുമ്പോൾ സാറും സക്രിയ സാറുമാണ് പത്രവിശേഷം മാറി മാറി ചെയ്തത്. സക്രിയ സാറാണെങ്കിൽ വളരെ സ്പോണ്ടാനിയസ് ആയിട്ടാണ് സാറിന്റെ എല്ലാ വാക്കുകൾ കൊണ്ട് ഭയങ്കര. ബാബു സാർ അങ്ങനെയല്ല, വളരെ
ജോൺ പറഞ്ഞ പോലെ എല്ലാം വെൽ കാൽക്കുലേറ്റഡ് സ്റ്റഡീഡ് ആയിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാം റെഡിയാക്കി നമ്മളവിടെ ചെല്ലും, സാറിനെ വിളിച്ച് കുറച്ച് നേരം സാറുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നു, ചായ കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വെൽ സ്ക്രിപ്റ്റഡ് ആണ്. ഏത് പേജ് എല്ലാം വളരെ കൃത്യമായി മാർക്ക് ചെയ്തിരിക്കും. പത്രത്തിൽ ഇതാണ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി എല്ലാം വളരെ സിസ്റ്റമാറ്റിക്. ഞാൻ എൻ്റെ ഒരു പത്രപ്രവർത്തനത്തിൽ കുറച്ചെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബാബു സാറിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഗുണമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അനിലടിനൊക്കെ പിന്നെ അതിന്റെ പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു, അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ സാറിനെ ഈ മദ്രാസിലെ സാറ് വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥ, തീരെ വയ്യാതെ, അപ്പം ഞാൻ സാറിനെയൊക്കെ ചെന്ന് കണ്ടു. സാറിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ പറ്റി. സാറിന് അപ്പൊ തീരെ സംസാരിക്കാൻ വയ്യ, പക്ഷെ എനിക്ക് വിഷമമായി. സാർ പറഞ്ഞില്ല നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. വളരെ ദീർഘമായി സാറ് സംസാരിച്ചു ക്യാമറയിൽ. ഞാനൊരു വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് പോയ സമയത്താണ് പിന്നെ ഞാൻ അവിടുത്തെ ക്യാമറ ഒക്കെ വെച്ച് സാറുമായിട്ട് ദീർഘനാൾ സംസാരിക്കാൻ പറ്റി. തിരുവനന്തപുരത്ത് വന്നപ്പം സാർ ഇങ്ങോട്ട് വിളിക്കുന്നത്, MGR സാറ് പറഞ്ഞതുപോലെ സാറ് കുറ്റബോധത്തോടെ മാധ്യമത്തിൽ എഴുതിയ ആ ഒരു സാധനമാണ്. സാറ് നമ്മളേക്ക് ഇങ്ങോട്ട് വിളിക്കും. അത് ഒരു ഭയങ്കര സംഭവമാണ്. കാരണം വളരെ സാറിന്റെ ഈ സംസാരം ഫോൺ വരുമ്പോൾ തന്നെ ഭയങ്കര ഉത്സാഹമാണ്. കാരണം സാർ എപ്പോഴും പ്രസന്ന ഭാവത്തിലേ സംസാരിക്കുള്ളൂ ശബ്ദത്തിൽ. അവസാനം ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് സാറ് വിളിച്ചു പറഞ്ഞു. ഞാനപ്പം ഓടി സാറിന്റെ ചെന്നിട്ടയിലെ സാറിന്റെ സഹോദരിയുടെ വീട്ടിൽ പോയി, ഡോക്ടറിന്റെ വീട്ടിൽ പോയി സാറിനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവസാനം സാറിനെ പിന്നെയും സാറിനെ കണ്ടുകൊണ്ടത് അവസാനം ഈ ഷറാസിന്റെ അവിടെയാണ് നമ്മള് കലയില് റെയിൻബോയിൽ പോയി ഞാനും എന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു 3-4 ആഴ്ച കഴിഞ്ഞു. പെട്ടെന്ന് സാറിന്റെ ഒരു മൊബൈലിൽ ഒരു കോള് വന്നു. അപ്പൊ ഞാൻ സാറിന് സാർ അത് എടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പം അല്ല അത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല, അതൊരു അലാമാണ്. സാർ ഒരു 5-5:30 മണിക്ക് ഇടയ്ക്കെപ്പോഴുമാണ് വൈകിട്ട്. അത് ഭാര്യയ്ക്ക് സാറിന്റെ ഭാര്യ സ്ട്രോക്ക് ഒക്കെ വന്ന് സാറാണ് അതിനെ പരിചരിച്ചിരുന്നത്. അപ്പൊ അവൾക്കൊരു മരുന്ന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഡെയിലി അലാം വെച്ചിട്ടുള്ളതാണ്. പക്ഷേ പോയി. പക്ഷെ ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഭാര്യയുടെ ഒരു ഇതിലേക്കുള്ള റീകോൾ ചെയ്യാനുള്ള ഒരു അതായിട്ടാണ് ആ സാറിന് ആ സാധനം. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ സാറിന് ഈ ദുഃഖമോ അങ്ങനത്തെ വിഷമോ ഒന്നും നമ്മുടെ അടുത്തൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. എപ്പോഴും വളരെ പ്ലസന്റ് ആയിട്ടാണ് സാർ സംസാരിക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ സാറിനെ കുറിച്ച് പറയാനുണ്ട്. ഈ വൈകി വിളയിൽ ഞാനൊന്നും പറയുന്നില്ല. അവസാനം ഉള്ളൂര് നീരാഴി ലൈനിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പം എന്റെ അടുത്ത് നമ്മുടെ ഓഫീസിലുള്ള ആരോ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ സാറ് മരിച്ചിങ്ങനെ സ്റ്റേറ്റ് ഹോണേഴ്സ് എന്തെങ്കിലും കൊടുക്കുന്ന അങ്ങനെ. ഞാൻ പറഞ്ഞു അന്ന് ഇലക്ഷന്റെ ദിവസമാണ്. എനിക്ക് രാവിലെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അടൂരാണ് ആദ്യം പോയത്. എനിക്ക് ഞാൻ ഡാറ്റ ഡെസ്കിന്റെ ചാർജ് ആയതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയപ്പം എനിക്ക് ഉള്ളൂർ വെച്ചുള്ള ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ. ഉള്ളൂരിലെ 2 വരികളാണ് ഓർമ്മ. സാറിനെ പോലുള്ള ഒരാൾ ഒരിക്കലും അതൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഉള്ളൂരിന്റെ വരികളുടെ കടമെടുത്ത് പറഞ്ഞാൽ ചത്ത ശവമതിൽ ചാർത്തിന പൂമാലകൾ എത്രമേൽ കാണിപ്പാൻ ശക്തമാകും. അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷം ഉള്ളതല്ല, അദ്ദേഹം ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നന്നായിട്ട് വെളിപ്പെടുത്താം. ഇനി മരിച്ചതിന് ശേഷം വെടിവെച്ചോ അങ്ങനെയൊന്നും ഒരു ഹോണറിനൊന്നും ആവശ്യമൊന്നുമില്ല. ഏതായാലും അദ്ദേഹവും അതൊന്നും ആഗ്രഹിച്ചില്ല. യാതൊരു ചടങ്ങുകളും ഇല്ലാത്ത ഒരു ഇതാണ്. അദ്ദേഹം തെക്കാട് ശാന്തി കവാടത്തിൽ നിൽക്കുമ്പം വീണ്ടും എന്റെ മനസ്സിൽ ഓർമ്മ വന്നൊരു കാര്യം ഇതാണ്. അന്ന് പണ്ട് ഇതുപോലെ ഒരു പ്രധാന മരണം അവിടെ നമ്മൾ കവറേജ് നടത്തിയ EMSന്റെ മരണം, അതിന് ഇതേ ശാന്തി കവാടത്തിലാണ് നടന്നത്. അന്ന് EMS മരിച്ച സമയത്ത് വലിയൊരു ഒരു സംഭവം കൂടെയാണ്. അന്നാണ് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആദ്യമായിട്ട് ഒരു അധികാരത്തിൽ വരുന്ന സമയത്ത്. അപ്പം ഞങ്ങളുടെ ന്യൂസ് റൂമിലൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഏത് വാർത്ത ലീഡ് ചെയ്യണമെന്ന്. കാരണം വാജ്പേയി പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ BJP സർക്കാർ വരുന്നതാണോ, EMSന്റെ മരണമാണോ? നമ്മളൊക്കെ അന്ന് ചെറിയ റിപ്പോർട്ടേഴ്സ് ആണ്. അപ്പൊ നമ്മളൊക്കെ കവറേജും അതുമായിട്ടൊക്കെ ഓടി നടക്കുകയാണ് ഇതൊക്കെ അറിഞ്ഞത്. അപ്പൊ സാറാണ് അതിനകത്ത് തീരുമാനമെടുത്ത. ഒരു സംശയം വേണ്ട, EMSന്റെ മരണം തന്നെ ആയിരിക്കണം ലീഡ്. മറ്റൊരു സർട്ടനാണ്. കാരണം വന്നു സംഭവം വാർത്ത, ഇത് സെക്കൻഡ് ഇത് തന്നെയാണ്. അങ്ങനെ വളരെ എല്ലാ തരത്തിലും നമുക്ക് ശരിക്കും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു വിഷമസന്ധി നമ്മുടെ മനസ്സിൽ കിടക്കും. പക്ഷെ എന്നാലും എപ്പോഴും സാറിനെ കുറിച്ച് ഓർക്കുമ്പം എപ്പോഴും പ്രസന്നമായ ആ മുഖമാണ് ഓർമ്മ വരുന്നത്.